കുവൈറ്റിൽ ബാങ്കിനെ കബളിപ്പിച്ച് പണം തട്ടിയതിന് മലയാളികൾക്കെതിരെ പരാതി. കുവൈറ്റിലെ അൽ അലി ബാങ്കാണ് കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ പരാതി നൽകിയത്. കോട്ടയം ജില്ലയിൽ 5 സ്റ്റേഷനുകളിലായി 8 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ടോബി ജോൺസൺ ആണ് ചേരുന്നത് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ടോബി, അവിടെ നിയമങ്ങളൊക്കെ വളരെ കർശനമാണ്, പക്ഷേ ഈ ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാതിരിക്കുക, അത്തരം പ്രശ്നങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെയൊരു പ്രശ്നമാണോ ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്? ബാങ്കിൽ നിന്ന് ഏത് രീതിയിലുള്ള പരാതിയാണ് ലഭിച്ചിട്ടുള്ളത്? സ്മിത, തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു തട്ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ നമ്മുടെ കേരളത്തിലും മറ്റുമൊക്കെ തട്ടിപ്പ് നടത്തിയ ശേഷം പ്രതികൾ വിദേശത്തേക്ക് രക്ഷപ്പെടുന്നത് നമ്മൾ നിരവധി കേസുകളിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ വിദേശത്ത് പോയി തട്ടിപ്പ് നടത്തിയിട്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു കാഴ്ചയാണ് ഈ കേസിൽ കാണാൻ സാധിക്കുന്നത്. അൽ അഹ്ലി എന്ന് പറയുന്ന കുവൈറ്റിലെ ബാങ്കിലാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അത് ലോൺ എടുത്തിട്ടാണ്, അതായത് വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് ലോൺ എടുത്ത ശേഷം ആ ലോൺ തിരിച്ചടവ് മുടക്കുകയും തുടർന്ന് നാട്ടിലേക്ക് രക്ഷപ്പെടുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബാങ്കിന്റെ പ്രതിനിധികളായിട്ടുള്ളവർ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലെത്തി പരാതി നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ അന്വേഷണത്തിൽ മനസ്സിലായത് കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ ഏകദേശം 12ഓളം കേസുകൾ ഉണ്ടെന്നാണ്. കോട്ടയം ജില്ലയിൽ മാത്രം 5 സ്റ്റേഷനുകളിലായി 8 പരാതികൾ ഇതിനോടകം വന്നിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. 8 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് SP തന്നെ ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 60 ലക്ഷം മുതൽ 1.1 കോടി വരെ 1 കോടി രൂപ വരെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും മലയാളികൾ തന്നെയാണ്. അവിടെ ഈ തട്ടിപ്പ് നടത്തിയ ശേഷം ലോൺ തിരിച്ചടയ്ക്കാതെ നാട്ടിലേക്ക് വരികയും നാട്ടിൽ തന്നെ തിരിച്ചു പോകാതെ നാട്ടിൽ തുടരുകയും ചെയ്യുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബാങ്ക് പരാതിയുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസിന് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രാഥമിക അന്വേഷണം നടത്തി കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. വിശദമായ അന്വേഷണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രതികളെ കണ്ടെത്താനുള്ള നീക്കമാണ് പോലീസ് പ്രാഥമിക ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. കുവൈറ്റിലെ ബാങ്കിൽ നിന്ന് വൻ തുക ലോൺ എടുത്ത് തിരികെ അടയ്ക്കാതെ കേരളത്തിലേക്ക് കടന്നു കളഞ്ഞിരിക്കുകയാണ് ഇവർക്കെതിരെയാണ് ഇപ്പോൾ കേസുള്ളത്. കോട്ടയത്ത് നിന്നാണ് ടോബി ജോൺസൺ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.